വെൽക്കം ടു ഒ പി 10.0 സെഷൻ 4 സിലബസ് റീകോർഡിംഗ് ഓഫ് BA സോഷ്യോളജി. ഇന്ന് നിങ്ങളുടെ ഒരു സിലബസ് ഡീകോഡിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് കാത്തിമുത്ത് ശങ്കര, നമ്മുടെ സോഷ്യോളജി മെന്റർ ആണ്. അതേപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള ഹന മാം ഉണ്ട്. കൂടാതെ നമ്മുടെ എല്ലാം ഒന്ന് സ്മൂത്ത് ആയിട്ട് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവി മാം കൂടി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് സെഷനിലോട്ട് കടക്കാം. ഇന്ന് നമ്മുടെ 4ാമത്തെ സെഷനാണ്. ഓറിയന്റേഷന് ശേഷം നിങ്ങളുടെ വീണ്ടും ഒരു ഇഗ്നോ പാറ്റേൺസ് എങ്ങനെയാണ് എന്നുള്ളൊരു സെഷൻ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞു. അതിനുശേഷം ഇപ്പം എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുക, ഏത് രീതിയിലാണ് നമ്മൾ സിലബസിനെ നോക്കി കാണേണ്ടത് എന്നുള്ള ഒരു ചെറിയ സെഷൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്താണ് പഠിക്കുന്നുള്ളത് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. കം ടു സെഷൻ 4 സിലബസ് റെക്കോർഡിംഗ് ഓഫ് പി 10.0. ആൻഡ് നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു 5 ഔട്ട്കംസ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ കോഴ്സ് കോഡ്, നമ്മുടെ സോഷ്യോളജിയിലെ കോഴ്സ് കോഡ്സ് എന്തൊക്കെയാണ്, ബ്ലോക്സ് എന്തൊക്കെയാണ്, ഓരോ ബ്ലോക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒന്ന് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും, നിങ്ങൾ എന്ത് കോഴ്സാണ് പഠിക്കുന്നുള്ളത്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാൻ പോകുന്നുള്ളത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സിലബസ് എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്. അതേപോലെ സിലബസ്, സെക്കൻഡ് വൺ, സിലബസിനെ ലേൺ വൈസ് മെറ്റീരിയൽസിന് എങ്ങനെയാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്, രണ്ടും എങ്ങനെയാണ് ഞങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് പ്രസന്റ് ചെയ്യുന്നുള്ളത് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, റെക്കോർഡഡ് സെഷൻസ് ആയിട്ട്, അതേപോലെ ഹെൽപ്പ് ബുക്സ് ആയിട്ട്, എക്സാം പീഡിയാസ് ആയിട്ട്, അസൈൻമെന്റ് ഗൈഡ്സ് ആയിട്ട്, ഓഫ് കോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ടൊക്കെയും നിങ്ങൾക്ക് ഒരു മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടാണ് ലേൺ വൈസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ എന്ത് റിസോഴ്സസ് ഉണ്ടെന്ന് എക്സാക്ട് ഈ ഒരു സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സെഷൻസ് എവിടേക്കാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. തേർഡ് വൺ, നമ്മൾ എങ്ങനെയാണ് ഒരു ടൈം ലൈൻ ക്ലാരിറ്റി, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് ഇതൊന്ന് കോപ്പപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് കവറപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരു ടൈം ലൈൻ ക്ലാരിറ്റി കൂടി കിട്ടും. ത്രൂ അസൈൻമെന്റ്സ് ആണെങ്കിലും എക്സാംസ് ആണെങ്കിലും സ്റ്റഡി സ്ലോട്ട്സ് ആണെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആക്കുന്ന ഒരു സെഷൻ കൂടിയാണിത്. ആൻഡ് ഫോർത്ത് വൺ, നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട്, അത് ലേൺ വൈസിന്റെ മാത്രമായിട്ടുള്ള എക്സാം സ്പെഷ്യൽ ലൈവ്സ്, അതേപോലെ മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഇപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്. അപ്പൊ നിങ്ങളുടെ ഭാഷ കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് നിങ്ങൾ ഈ ബാച്ചുലർ ഡിഗ്രി പോകുന്ന സമയത്ത് ഒന്ന് ഭാഷ കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഇപി സെഷൻസ് കൂടി ഉണ്ടാകും. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ലൈവ് സെഷൻസ് നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷെ റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് ഓൾറെഡി നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് അതുകൂടാതെ ഹാപ്പിനെസ് അംബാസിഡേഴ്സ് എന്ന് പറയുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വന്നു കഴിഞ്ഞാൽ, മേ ബി യു വിൽ, അല്ലേ, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരാളെ ആശ്രയിക്കേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാം. നമ്മളൊരു സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ പോലെയുള്ള ഒരു ഹാപ്പിനെസ് അംബാസിഡർ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടാവും. അതേപോലെ അപ്സ്കില്ലിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ലേൺ വൈസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ടുഡേ നമ്മൾ പഠിക്കാൻ പോകുന്നത് തന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഇമ്മീഡിയറ്റ്ലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. സോ ഏറ്റവും ലാസ്റ്റ് ഒരു ആക്ഷൻ ടാസ്ക് ഒക്കെ ഉണ്ട്. അത് ഹന മാമൊക്കെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് പോവാണ്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ സെഷന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ആൻഡ് ഇഗ്നോ സിലബസ് ബേസിക്കലി ഒരു 5 ലെയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നുള്ളത്. ഫസ്റ്റ് ലെയർ നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാം, അതിൽ ഇയേഴ്സ് ആണോ സെമിസ്റ്റർ ആണോ, എത്ര സെമിസ്റ്റേഴ്സ് ആണ്, എത്ര ഇയേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ കറന്റ് ഇയർ, അതായത് ഫസ്റ്റ് ഇയറിലെ സംഭവമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളത് ഫസ്റ്റ് ലെയറിൽ. അതേപോലെ സെക്കൻഡ് ലെയർ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാംസിൽ എത്ര കോഴ്സസ് മീൻസ് നിങ്ങൾ ചെയ്യുന്ന പേപ്പേഴ്സ്, ഇതിന്റെ കോഡ്, ടൈറ്റില്, എത്ര ക്രെഡിറ്റ്സ് ഉണ്ട്. അതേപോലെ തേർഡ് ലെയറിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഓരോ കോഴ്സിലും എത്ര ബ്ലോക്സ് ഉണ്ട്, സെയിം വേ അതിനൊരു കോഡ് ഉണ്ടാവും, അതേപോലെ അതിനൊരു ക്രെഡിറ്റ് ഉണ്ടാവും. ഫോർത്ത് ലെയറിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഈച്ച് ബ്ലോക്ക് ഹാവ് സം യൂണിറ്റ്സ്, അല്ലെ, ചിലപ്പോൾ 3 യൂണിറ്റോ അല്ലെങ്കിൽ 4 യൂണിറ്റോ അങ്ങനെ ഉണ്ടാവും. ഇവിടെ ലെസൺ ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുള്ളത്. സോ ലേൺ വൈസ് ഇതിനെ
യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ട് തന്നെ മാപ്പ് ചെയ്തിട്ടുണ്ട്. 5th ലെയറിൽ നമുക്ക് അസസ്മെന്റ് പോലെ, അതായത് അസൈൻമെന്റ്സും TEE ടേം ആൻഡ് എക്സാംസും ഒക്കെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നുള്ളത്, അതേപോലെ എക്സാക്ട് റൂൾസ് നിങ്ങൾക്ക് പ്രോഗ്രാം ഗൈഡിലൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വെൻ നൗ ലെറ്റ്സ് ടേക്ക് എ ക്യുക്ക് പൾസ് അല്ലെ. ഫസ്റ്റ് നമ്മൾ പ്രോഗ്രാമിൽ ഇയർ 1 നമ്മൾ എന്താണ് ഒന്നാമത്തെ വർഷത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, എത്ര കോഴ്സസ് ആണ് നമ്മുടെ കയ്യിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മളെല്ലാം ഓൺ ബോർഡിങ്ങിന്റെ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേപ്പേഴ്സ് പഠിക്കാനുണ്ട്, അതിൽ എത്ര ബ്ലോക്സ് ഉണ്ട് എന്നൊക്കെ ചെറുതായിട്ടെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. സോ ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസി ആക്കാൻ വേണ്ടി പറ്റുക. എന്താണ് പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കുറച്ചും കൂടി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് ആ ഒരു സംഭവം ഡീകോഡ് ചെയ്യാം അല്ലെ. ഇയർ 1 നോട്ട് ജസ്റ്റ് ഡീകോഡ്, ലൈക്ക് ഇതൊരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഡിക്കോഡിംഗ് BA സോഷ്യോളജി ഒരു ബിഗ് പിക്ചറിൽ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് ഇയർ ഉണ്ട്. FAUGP പിള്ളേർക്ക് 4 വർഷം ഉണ്ട് അല്ലെ. അപ്പൊ 4 വർഷം എന്ന് പറയുന്ന സമയത്ത് യു ക്യാൻ എന്താ പറയാ, ഒരു 3 വർഷം ആകുമ്പോൾ ഓക്കെ എനിക്ക് ഡിഗ്രി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യാം. അതർവൈസ് എനിക്ക് PG കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ FAUGP ആണ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, PG ഒരു വർഷം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ PGയും കിട്ടും. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ഇയേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഡിഗ്രി ആൻഡ് PG എന്നുള്ള ഒരു സംഭവത്തിലോട്ടേക്ക് നമ്മൾ എത്തിച്ചേരും അല്ലെ. സോ വൺ കോഴ്സ് യു ആർ എക്സൈറ്റഡ് അബൌട്ട് എനി ഇയർ. നമ്മളിപ്പോ ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ വർഷം എന്താണ്, രണ്ടാമത്തെ വർഷം എന്താണ്, മൂന്നാമത്തെ വർഷം എന്താണെന്നൊക്കെയുള്ള ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഫോക്കസ് ഓൺ ഇയർ 1, സ്ട്രോങ് ഫൗണ്ടേഷൻ ഇയർ 1 പറ്റിയിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, സിലബസ് മാപ്പിംഗിൽ നോക്കുവാണെങ്കിൽ BA സോഷ്യോളജി ഫസ്റ്റ് ഇയറിൽ ഇത്ര പേപ്പേഴ്സ് ആണ് ശരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്, ഇഗ്നോ കൊടുക്കുന്നുള്ളത്. അതിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള 7 കോഴ്സസ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1, സോഷ്യോളജി ഓഫ് ഇന്ത്യ ഫസ്റ്റ് പാർട്ട്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പാർട്ട് 2, സോഷ്യോളജി ഓഫ് ഇന്ത്യ പാർട്ട് 2, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇത്ര പേപ്പേഴ്സ് നമുക്ക് എന്തുണ്ട്, ഫുള്ളി അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാവും, അതിന്റെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും, എക്സാം സ്പെഷ്യൽ ഗൈഡ് ഉണ്ടാവും, ഹെൽപ്പ് ബുക്ക് ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഫുള്ളി അവൈലബിൾ എന്നുള്ളത് കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, അപ്പൊ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഓൺലി ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ്, കുറച്ച് കോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്. മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ ഇപ്പോൾ എലക്ടീവ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ലേൺ വൈസിൽ ഫുള്ളി അവൈലബിൾ അല്ലാത്ത ചിലപ്പോൾ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തേക്കാം. അപ്പൊ അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആവത്തില്ല, മറിച്ച് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതിന്റെ വാല്യൂ ആഡ് നോട്ട്സും അതേപോലെ റെക്കോർഡഡ് വീഡിയോസും മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആവത്തില്ല. അതിന്റെ ബാക്കി എല്ലാ സംഭവങ്ങളും ലേൺ വൈസിന്റെ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാവും. ഓക്കെ, അതിൽ നമ്മൾ മെറ്റീരിയൽസ് ഓൺലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കോഴ്സസ് എന്ന് പറയുന്നത് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതേപോലെ അപ്ലൈഡ് എത്തിക്സ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, അതേപോലെ ഫിലോസഫി ഓഫ് റിലീജിയൻ, അണ്ടർസ്റ്റാൻഡിംഗ് BR അംബേദ്കർ, വാട്ടർ ഹാർവെസ്റ്റിംഗ്, കൺസർവേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ, ജെൻഡർ സൈക്കോളജി, യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, മെറ്റീരിയൽസ് ഓൺലി കോഴ്സസ് ആയിട്ട് കൊടുക്കുന്നുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ്, ഇൻക്ലൂഡിങ് വീഡിയോ ക്ലാസ്സസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പേപ്പേഴ്സിനും എല്ലാ കോഴ്സിനും ലേൺ വൈസിൽ ഫുള്ളി അവൈലബിൾ മെറ്റീരിയൽസ് ആണുള്ളത്. പൊളിറ്റിക്കൽ സോഷ്യോളജി ആണെങ്കിലും, സോഷ്യോളജി ഓഫ് റിലീജിയൻ ആണെങ്കിലും, സോഷ്യോളജി ഓഫ് ജെൻഡർ, ഇക്കണോമിക് സോഷ്യോളജി, സോഷ്യോളജി ഓഫ് കിൻഷിപ്പ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇയറിൽ നമ്മൾ 8 പേപ്പേഴ്സ് ആണ് കവർ ചെയ്തത്, സെക്കൻഡ് ഇയറിൽ നമ്മൾ 10 പേപ്പേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിൽ എടുത്ത് നോക്കുമ്പോൾ ഇഗ്നോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ പേപ്പേഴ്സിനും ലേൺ വൈസിലും നേരത്തെ പറഞ്ഞതുപോലെ ഇൻക്ലൂഡിംഗ് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ സ്കൂൾ സൈക്കോളജി ആണെങ്കിലും മാനേജിങ് സ്ട്രെസ് ആണെങ്കിലും ഏത് പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിലും ഇവിടെ വീഡിയോ ക്ലാസ്സസും അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം സ്പെഷ്യൽ ഗൈഡ്സും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ തേർഡ് ഇയറിലോട്ടേക്ക് പോകുന്ന സമയത്ത് കോഴ്സിൽ 2 കോഴ്സസിന് നമുക്ക് മെറ്റീരിയൽസ് ഓൺലി പേപ്പർ കണ്ടന്റ് മാത്രമാണ് ഉള്ളത്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസും അതേപോലെ വിഷ്വൽ ആന്ത്രപ്പോളജി, ഈ 2 കോഴ്സസിന് നമുക്ക് മെറ്റീരിയൽ ഓൺലി കണ്ടന്റ്സ് ആണുള്ളത്. അതർവൈസ് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ്, സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ്, അതേപോലെ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് പാർട്ട് 2, റിസർച്ച് മെത്തേഡ്സ് പാർട്ട് 2, അർബൻ സോഷ്യോളജി, എൻവയോൺമെന്റൽ സോഷ്യോളജി,
ട്രൈബൽ കൾച്ചർ ഓഫ് ഇന്ത്യ, റീഡിംഗ് എത്തനോഗ്രഫീസ്, ഇതിനൊക്കെയും വീഡിയോ ക്ലാസ്സസും വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം സ്പെഷ്യൽ ഗൈഡ്സും അതേപോലെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഓൾറെഡി കണ്ടന്റ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈനിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഇത് വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടന്റ്സ്. ഇപ്പോൾ ഒരുപാട് പേപ്പേഴ്സ് നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ പേപ്പേഴ്സ് മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് നമ്മൾ സെക്കൻഡ് ഇയറിന്റെയും തേർഡ് ഇയറിന്റെ ഒക്കെ കാണുന്ന സമയത്ത് അയ്യോ ഇത്രയും പഠിക്കാനുണ്ടോ, ഇതൊക്കെ ഞാൻ എപ്പോഴാണ് കവർ ചെയ്യുന്നത് എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എനഫ് ടൈം ഉണ്ട്. ആ ടൈം നമ്മൾ കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു ഡിഗ്രി അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പം FIUGP എടുത്ത് നോക്കുവാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3 ഇയർ കോഴ്സിന്റെ കൂടെയാണ്. BA സോഷ്യോളജി ഫസ്റ്റ് ഇയറിൽ BA SOH എടുത്ത് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കോഴ്സസും നമുക്ക് ലേൺവൈസിൽ കണ്ടന്റ് അവൈലബിൾ ആണ്. ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് അവൈൽ ചെയ്തിട്ടുള്ളത്. എല്ലാത്തിന്റെയും ക്രെഡിറ്റ്സ് നമ്മളെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ പേപ്പേഴ്സിനും കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ്സ് ഉണ്ട്. കമ്പൾസറി ആയിട്ടുള്ള പേപ്പേഴ്സ്, അതേപോലെ ഇലക്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സ്, സ്കിൽഡ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സിനൊക്കെ എത്രയാണൊക്കെ ഉള്ളത് നമ്മൾ ഓൺ ബോർഡിംഗിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെയും നമ്മൾ ഈ പറയുന്ന സംഭവങ്ങൾക്ക് സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം FIUGയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എടുത്ത് നോക്കുവാണെങ്കിൽ 6 ക്രെഡിറ്റിന്റെ പേപ്പറാണുള്ളത്. പക്ഷെ അവിടെ നോക്കിയ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് വൊക്കേഷൻ 4 ക്രെഡിറ്റ്സ് ആണുള്ളത്. സോ കമ്പൾസറിക്ക് എപ്പോഴും 6 ക്രെഡിറ്റ് ആണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ BA സോഷ്യോളജിയുടെ FIUGPയുടെ സിലബസ് മാപ്പിംഗിൽ ഫസ്റ്റ് ഇയറിൽ ഇത്രയും പേപ്പേഴ്സ് ഉണ്ട് അല്ലെ, കണ്ടില്ലേ? അതായത് ഇവിടെ കുറെ പേപ്പേഴ്സ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ അതിനുശേഷമുള്ള ഡാറ്റ അനാലിസിസ് ആണെങ്കിൽ, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആണെങ്കിൽ, അങ്ങനെ കുറച്ച് പേപ്പേഴ്സ് നമുക്ക് മെറ്റീരിയൽസ് ഓൺലി പേപ്പേഴ്സ് കണ്ടന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റൽ അല്ലെങ്കിൽ ജനറൽ സൈക്കോളജി, അപ്ലൈഡ് എത്തിക്സ്, അങ്ങനെയുള്ള കുറച്ച് പേപ്പേഴ്സിന് മെറ്റീരിയൽസ് ഓൺലി ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പരമാവധി എടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റും കൂടി മാനിച്ചുകൊണ്ട് ലേൺ വൈസിൽ കണ്ടന്റ് ഫുൾ ആയിട്ടുള്ളത് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഈസി ആയിട്ടുള്ള ഒരു വേയിൽ തന്നെ നമുക്ക് പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അയ്യോ ഞങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് കിട്ടിയില്ല, അയ്യോ അത് കാണാതെ, കാരണം നമ്മളൊരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ അത് കണ്ട് ശീലിച്ചിട്ട് ചില പേപ്പേഴ്സിന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഓൺലി എന്ന് കാണുമ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ആവത്തില്ല. അയ്യോ എനിക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ഇവിടെ മെറ്റീരിയൽസ് ഓൺലി ഉള്ളത്, അതേപോലെ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ഉള്ളത് എന്ന് ഒന്നും കൂടി നമ്മൾ കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ നെക്സ്റ്റ് ഇയറിന്റെ ഒക്കെ പേപ്പേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സിലബസ് മാപ്പിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം BA FSO സെക്കൻഡ് ഇയർ കോഴ്സ് സ്ട്രക്ചറിൽ 4 കോർ പേപ്പേഴ്സ് ഉണ്ട്. കമ്പൾസറി ആയിട്ട് സെക്കൻഡ് ഇയറിൽ 4 കോർ പേപ്പേഴ്സ് ഉണ്ട്. അതേപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കണം, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് പഠിക്കണം. അതൊരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എടുത്ത് നോക്കുവാണെങ്കിൽ അതൊരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് എടുത്ത് നോക്കുവാണെങ്കിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ആണ്. അതേപോലെ 2 മൈനർ പേപ്പേഴ്സ് ഉണ്ടാവും സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇതൊക്കെ BA FSOയുടെ സെക്കൻഡ് ഇയർ കോഴ്സിലാണ് പറയുന്നുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ഒരു കോർ കോഴ്സ്, സോഷ്യോളജിയുടെ കോർ കോഴ്സസിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളത് എന്നുള്ളൊരു ചെറിയ ഐഡിയ ഞാൻ തരാൻ പോവാണ്. ഫസ്റ്റ് വൺ നമ്മുടെ കമ്പൽസറി പേപ്പർ ആയിട്ടുള്ള BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പാർട്ട് 1. ഓക്കെ, അതിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 ബ്ലോക്ക് ആണുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആണ്. അപ്പൊ യൂണിറ്റ് 1 ബ്ലോക്ക് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജിയിൽ നമുക്ക് 2 യൂണിറ്റ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ തിങ്കിങ് സോഷ്യോളജിക്കലി, യൂണിറ്റ് 2 എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി. തിങ്കിങ് സോഷ്യോളജിക്കലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജി എങ്ങനെയാണ് സൊസൈറ്റീനെ അനലൈസ് ചെയ്യുന്നത്, അതിന്റെ പാറ്റേൺസ്, അതേപോലെ റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നതാണ് നമ്മൾ ഈ പറയുന്ന തിങ്കിങ് സോഷ്യോളജിക്കലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. ഇപ്പൊ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി എടുത്ത് നോക്കുവാണെങ്കിൽ സോഷ്യോളജിയുടെ ഒറിജിൻ, അതേപോലെ സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ ഡെവലപ്മെന്റ്സ്, ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്ലോക്ക് 2 എടുത്ത് നോക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസസ് വളരെ എളുപ്പമുള്ള ഒരു ബ്ലോക്ക് ആയിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ യൂണിറ്റ് 3 എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ആന്ത്രപ്പോളജി, ഹ്യൂമൻ കൾച്ചേഴ്സ്, അതേപോലെ ട്രഡീഷൻസ്, സൊസൈറ്റി, ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്, ആന്ത്രപ്പോളജി ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്, സോഷ്യോളജി ആയിട്ട് അതിന്റെ കണക്ഷൻ എന്താണെന്നാണ് മൂന്നാമത്തെ യൂണിറ്റിൽ പറയുന്നുള്ളത്. നാലാമത്തെ യൂണിറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ റിലേഷൻഷിപ്പ് വിത്ത് സൈക്കോളജി, ഇൻഡിവിജ്വൽ ബിഹേവിയർ, അവരുടെ മൈൻഡ്, അതേപോലെ ഇമോഷൻസ്,
സോഷ്യോളജിയുടെ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് സൈക്കോളജിയിൽ പഠിക്കാൻ പോകുന്നുള്ളത്. 5th യൂണിറ്റ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ്റ്ററി, പാസ്റ്റ് ഇവന്റ്സ് സൊസൈറ്റീനെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് അല്ലെ. ഹിസ്റ്ററി എന്ന് പറഞ്ഞെങ്കിൽ പാസ്റ്റ് ഇവന്റ്സ് അല്ലേ, കഴിഞ്ഞു പോയ കാര്യങ്ങളെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ സോഷ്യോളജിയും ഹിസ്റ്ററിയും ടുഗദർ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നതാണ് യൂണിറ്റ് 5 പറയുന്നുള്ളത്. 6th യൂണിറ്റ് എടുക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പ് വിത്ത് എക്കണോമിക്സ്, എക്കണോമിക് സിസ്റ്റംസ്, അതിന്റെ ഇനീക്വാലിറ്റീസ്, പോവർട്ടീസ്, എംപ്ലോയ്മെന്റ് ഇഷ്യൂസ്, അതേപോലെ സോഷ്യോളജിയുടെ പെർസ്പെക്റ്റീവ് എന്താണ്, ഇതിലൊക്കെ സോഷ്യോളജിയുടെ കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ഈ പറഞ്ഞ ബ്ലോക്ക് 2 പഠിക്കാൻ പോകുന്നുള്ളത്. ഈവൻ റിലേഷൻഷിപ്പ് വിത്ത് പൊളിറ്റിക്കൽ സയൻസ് യൂണിറ്റ് 7th നമ്മൾ പവർ, ഗവേണൻസ്, പൊളിറ്റിക്സ്, സൊസൈറ്റിയിൽ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളത് എന്നൊക്കെ പഠിക്കാൻ പോകും. അതേപോലെ 3rd ബ്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് കൾച്ചർ ആൻഡ് സൊസൈറ്റി അല്ലെ. യൂണിറ്റ് 8 നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കൾച്ചർ ആൻഡ് സൊസൈറ്റി, കൾച്ചർ, കസ്റ്റംസ്, വാല്യൂ, സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 9 എടുക്കുവാണെങ്കിൽ അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോർമൽ അതേപോലെ ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അസോസിയേഷൻസ് സൊസൈറ്റിയിൽ എങ്ങനെ റോൾ പ്ലേ ചെയ്യുന്നു എന്നതൊക്കെ ആയിരിക്കും പഠിക്കാൻ പോവാം. യൂണിറ്റ് 11 സ്റ്റേറ്റസ് ആൻഡ് റോൾ, ഒരു വ്യക്തിയുടെ പൊസിഷൻ, അതായത് സ്റ്റേറ്റസ്, അതേപോലെ റെസ്പോൺസിബിലിറ്റീസ്, റോൾസ്, ഇതൊക്കെ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നുള്ളത്. ഇനി സോഷ്യലൈസേഷൻ, യൂണിറ്റ് 12 എടുക്കുന്ന സമയത്ത് സോഷ്യലൈസേഷൻ, സൊസൈറ്റി മെമ്പേഴ്സ് ആയിട്ട് ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ്, ഫാമിലി, സ്കൂള്, അതേപോലെ പിയർ ഗ്രൂപ്പ്സിന്റെ ഇൻഫ്ലുവൻസസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നുള്ളത് എന്നാണ് യൂണിറ്റ് 12 പഠിക്കാൻ പോവാം. 13th യൂണിറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, സൊസൈറ്റിയുടെ സ്ട്രക്ചർ എങ്ങനെ ഫോം ആവുന്നുണ്ട്, ഇതൊക്കെ ഫങ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ 13ാമത്തെ യൂണിറ്റിൽ പഠിക്കാം. ആൻഡ് ദ സെയിം തിങ് യൂണിറ്റ് 14 സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച് എടുത്ത് നോക്കുവാണെങ്കിൽ സൊസൈറ്റിയുടെ റൂൾസ്, നോംസ്, ഇതൊക്കെ ഫോളോ ചെയ്യാനുള്ള സിസ്റ്റംസ്, അതേപോലെ സോഷ്യൽ ചേഞ്ച് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിൽ നമ്മൾ ടോട്ടലി ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. നമ്മളിപ്പം സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ടോട്ടലി 3 ബ്ലോക്സ് ആണുള്ളത്. നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ബ്ലോക്കും കൂടി. അപ്പം ബ്ലോക്ക് 1 എടുത്ത് നോക്കുവാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ് അല്ലെ. അതിൽ നമുക്ക് 3 യൂണിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. 4 യൂണിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സസ് ആണ്. ഇന്ത്യയിൽ എന്താ പറയാ, ഇന്ത്യയുടെ ഒരു സൊസൈറ്റിയുടെ വാല്യൂസ്, ഇന്ത്യയിൽ എങ്ങനെയാണ് സൊസൈറ്റി ബിൽഡ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിലെ ബിലീഫ്സ്, അതേപോലെ തോട്ട് സിസ്റ്റംസ് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നുള്ളത് എന്നാണ് ഫസ്റ്റ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സസിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ഒരു ടെക്സ്റ്റുവൽ ബേസ് ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ കൊളോണിയൽ ഡിസ്കോഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് സൊസൈറ്റിയിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, സോഷ്യൽ സ്ട്രക്ചേഴ്സും കൾച്ചറൽ ചേഞ്ചസ് ഒക്കെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നുള്ളത് എന്നൊക്കെയാണ് യൂണിറ്റ് 2 നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3rd യൂണിറ്റിൽ നോക്കുവാണെങ്കിൽ നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ്, നാഷണലിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിലൊക്കെ എങ്ങനെയാണ് ഈ നാഷണലിസ്റ്റ് ഡിസ്കോഴ്സസിനെ നമ്മൾ റോൾ പ്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ആ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കും. അതേപോലെ സബാൾട്ടൻ ക്രിട്ടിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡോക്ടർ BR അംബേദ്കറിനൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. മാർജിനലൈസ്ഡ് വോയിസസ് ലൈക്ക് പെസൻസിനെ പറ്റിയിട്ട്, വിമണിനെ പറ്റിയിട്ട്, ഒപ്രസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഒരു ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ഇതൊക്കെ സൈലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ സോ അതിന്റെ ഒരു ക്രിട്ടിക് ആയിരിക്കും സബാൾട്ടൻ ക്രിട്ടിക് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലോക്ക് 2 എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്ററോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി പാർട്ട് 1 ആണ്. അതിൽ കാസ്റ്റ്, ട്രൈബ്, വില്ലേജ്, ടൗൺ, സിറ്റി, എഗ്രേറിയൻ ക്ലാസസ്, ഇൻഡസ്ട്രി ആൻഡ് ലേബർ എന്നുള്ള ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാസ്റ്റ് ആണെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ, സ്ട്രക്ചർ, ഇനീക്വാലിറ്റി ഇഷ്യൂസ്. അതേപോലെ ട്രൈബ് എടുത്ത് നോക്കുവാണെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിന്റെ ലൈഫ് സ്റ്റൈല്, കൾച്ചർ, അവരുടെ ചാലഞ്ചസ്. ഇപ്പം വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റി ആണെങ്കിൽ റൂറൽ അർബൻ ഡിഫറൻസസ് അല്ലെ, നഗരവും അതേപോലെ ഗ്രാമത്തിന്റെ ഒക്കെ ഒരു വ്യത്യാസം എന്താണ്, അതേപോലെ നഗരവൽക്കരണം, അർബനൈസേഷന്റെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് അർബനൈസേഷൻ ചേഞ്ച് കൊണ്ടുവരുന്നത്. അഗ്രീറിയൻ ക്ലാസ്സസ് എടുത്ത് നോക്കുവാണെങ്കിൽ അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ക്ലാസ്സസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിന്റെ ലാൻഡ് ഓണർഷിപ്സ്, ഫാമേഴ്സിന്റെ സ്ട്രഗിൾസ് ഒക്കെയും നമ്മൾ ഈ യൂണിറ്റ് 8 കവർ ചെയ്യും. യൂണിറ്റ് 9 ഒക്കെ ആണെങ്കിൽ ഇൻഡസ്ട്രി ആൻഡ് ലേബേഴ്സ്, ഇൻഡസ്ട്രിയലൈസേഷൻ, വർക്കിംഗ് ക്ലാസ് ഫോർമേഷൻ, ലേബർ ഇഷ്യൂസ്, അവരുടെ റൈറ്റ്സ് ഒക്കെയാണ് നമ്മൾ ആ ഒരു യൂണിറ്റിലൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. വെൻ കമ്മിങ് ടു ദ ബ്ലോക്ക് 3 ഇന്ററോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി പാർട്ട് 2, അവിടെ നമ്മൾ we have 5 important unit to discuss in this block. There is unit 10, 11, 12, 13, 14. So like
യൂണിറ്റ് 10 വിച്ച് ഇസ് ഓൺ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്. കണ്ടില്ലേ? അതായത് ഇന്ത്യൻ സമൂഹത്തിലെ എങ്ങനെയാണ് കുടുംബം, വിവാഹം, അതേപോലെ റിലേഷൻഷിപ്സ്, ബന്ധുത്വ വ്യവസ്ഥകളൊക്കെ എങ്ങനെയാണ് എന്നാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് വി ലുക്ക് ഓൺ ദ യൂണിറ്റ് 11 റിലീജിയൻ ആൻഡ് സൊസൈറ്റി. മതത്തിന് നമ്മുടെ സമൂഹത്തിൽ എന്ത് അതിലോട്ടേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് ഒക്കെയാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. സോ യൂണിറ്റ് 13 വിച്ച് ഈസ് അബൌട്ട് പോളിറ്റി ആൻഡ് സൊസൈറ്റി, അല്ലെ? രാഷ്ട്രീയവും സമൂഹം തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കും. ആൻഡ് ഫൈനലി നമുക്കൊരു എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടിയുണ്ട്. സാമ്പത്തിക ഘടകങ്ങൾ എങ്ങനെ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ സ്വാധീനിക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. സോ ദാറ്റ്സ് എ ബ്രീഫ് ലുക്ക് അറ്റ് വാട്ട് അഹെഡ്, അല്ലെ? സോ നമ്മള് when coming to the BSOC 103 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പാർട്ട് 2, നമ്മൾ ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പാർട്ട് 2 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 3 കണ്ടില്ലേ, ബ്ലോക്ക് 3, ഒരു മിനിറ്റ്, സമൂഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ. ഫോർ എക്സാമ്പിൾ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ് ആദ്യത്തേത്. അതേപോലെ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകളിൽ നമ്മൾ സൊസൈറ്റിനെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്നൊക്കെയാണ് ഈ യൂണിറ്റിൽ കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്. ദെൻ കംസ് ടു യൂണിറ്റ് 8 കണ്ടില്ലേ, ദളിത് പെർസ്പെക്റ്റീവ്സ്, ദളിത് കാഴ്ചപ്പാടുകൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സോഷ്യോളജിയിൽ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് സൃഷ്ടിക്കുന്നുള്ളത് എന്നൊക്കെയാണ് 8ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളത്. 4ാമത്തെ ബ്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ഡിഫറൻസസ് ആൻഡ് ഡിബേറ്റ്സ്, അല്ലെ? എന്ത് ഡിഫറൻസസ് ആണ്? ഡിവിഷൻ ഓഫ് ലേബർ, ഡർക്കീമിന്റെ ഒക്കെ, അല്ലെ? നമ്മൾ തിയറിയിലൊക്കെ കേട്ടിട്ടുള്ള കുറച്ച് തിയറിസ്റ്റിനെ ഒക്കെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഡിഫറൻസസ് ആൻഡ് ഡിബേറ്റ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ഡർക്കൈമിന്റെയും അതേപോലെ മാർക്സിന്റെയും ഈ പറയുന്ന ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫോളോയിങ് ദാറ്റ് വി ഹാവ് യൂണിറ്റ് 10 റിലീജിയൻ, ഡർക്കീമിന്റെയും വെബറിന്റെയും മതത്തെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി പറ്റും. ദെൻ യൂണിറ്റ് 11 ഉണ്ട്, ഫോക്കസ് ഓൺ ക്യാപിറ്റലിസം. മാർക്സിന്റെയും അതേപോലെ വെബറിന്റെയും ഈ പറഞ്ഞ ക്യാപിറ്റലിസം അഥവാ മുതലാളിത്ത വ്യവസ്ഥയെ പറ്റിയിട്ടുള്ള തിയറീസ് ഒക്കെ നമ്മൾ ഇതിലാണ് അനാലിസിസ് ചെയ്യുന്നത്. ഫൈനലി വി ഹാവ് യൂണിറ്റ് 12, ഇറ്റ്സ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. സാമൂഹിക മാറ്റങ്ങളും അതിന്റെ പരിവർത്തനങ്ങളും എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ ഈ യൂണിറ്റിലായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത്. അതേപോലെ നമുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ സോഷ്യോളജി ഓഫ് ഇന്ത്യ പാർട്ട് 2 ഉണ്ട്. ഇതില് ബ്ലോക്ക് 1 ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഐഡിയാസ് ഓഫ് ഇന്ത്യ. ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കുറിച്ചുള്ള വിവിധ ആശയങ്ങളുണ്ട്, ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഈ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. യൂണിറ്റ് 1 മൾട്ടിപ്പിൾ ഇമേജസ് കണ്ടോ, അതായത് ഇന്ത്യയുടെ കൈൻഡ് ഓഫ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്മൾ പറയാറില്ല യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ, ആ ഒരു സംഭവത്തിനാണ് ഒരു ബഹുസ്വരത എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെയാണ് ഈ യൂണിറ്റിൽ വിശദീകരിക്കുന്നത്. അതേപോലെ വെൻ കം ടു യൂണിറ്റ് 2 ഗാന്ധി ആൻഡ് അംബേദ്കർ, ഗാന്ധിജിന്റെയും അംബേദ്കറിന്റെ ഒക്കെ ഐഡിയാസ് നമ്മളിവിടെ അനാലിസിസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വി ലുക്ക് അറ്റ് യൂണിറ്റ് 3 ദർ ആർ ഐഡിയോളജിക്കൽ ഇമേജസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു പ്രത്യയ ശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഫോളോയിങ് ദർ ഇസ് യൂണിറ്റ് 4 ഇസ് എത്തനോഗ്രഫിക് ഇമേജസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു കൈൻഡ് ഓഫ് എത്തനോഗ്രഫി, നരവംശ ശാസ്ത്രപരമായിട്ടുള്ള ഒരു ചിത്രമാണ് എനിക്ക് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. ആൻഡ് യൂണിറ്റ് 5 കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻസ്, കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബേസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. പിന്നെ നമ്മൾ ബ്ലോക്ക് 2 എടുത്ത് നോക്കുവാണെങ്കിൽ റെസിസ്റ്റൻസ്, മൊബിലൈസേഷൻ ആൻഡ് ചേഞ്ച്, ഇന്ത്യയിലെ ഒരു കൈൻഡ് ഓഫ് പ്രതിരോധങ്ങളെയും അതേപോലെ സാമൂഹിക മാറ്റങ്ങളൊക്കെ പറ്റിയിട്ടായിരിക്കും ഈ ബ്ലോക്കിൽ ഉണ്ടാവുക. പിന്നെയുള്ള മൊബിലിറ്റി ആൻഡ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു മോഷൻ ആയിട്ടുള്ള ഒരു ചലനാത്മകമായിട്ടുള്ള മാറ്റവും എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ വേണ്ടി പറ്റും. 7th യൂണിറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലുള്ള റേസ് അല്ലെങ്കിൽ എത്നിക് ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ പറ്റിയിട്ടൊക്കെ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് വി വിൽ ലുക്ക് ഓൾസോ അറ്റ് യൂണിറ്റ് 8 പെസൻസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദർ ആർ ദളിത് മൂവ്മെന്റ്സ്, ഇന്ത്യയിലെ ദളിത് പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട്. യൂണിറ്റ് 10 എടുക്കുന്ന സമയത്ത് വിമൻസ് മൂവ്മെന്റ്, ഇന്ത്യയിലെ സ്ത്രീ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള കുറെ കോൺസെപ്റ്റുകൾ നമുക്ക് കുഞ്ഞുതായിട്ടൊക്കെ ഇങ്ങനെ തൊട്ടും അല്ലെങ്കിൽ ഒന്ന് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗിലോടെ തന്നെ അറിഞ്ഞു പോകാനുള്ള ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്.
ഓക്കെ. പിന്നെയുള്ള വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ അല്ലെ, അതായത് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടൊക്കെ അല്ലെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ഇതൊക്കെ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നുള്ളത്. പിന്നെ നമ്മൾ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി കോൺട്രാസ്റ്റിംഗ് ഐഡിയോളജീസ് എന്നുള്ള ഒരു ബ്ലോക്കിലോട്ടൊക്കെ എത്തുന്ന സമയത്ത്, അതായത് ഭരണകൂടം, സമൂഹം, ഇത് തമ്മിലുള്ള ബന്ധങ്ങള്, ഇതിന്റെ ഒരു ഐഡിയോളജിക്കല്, ഇതിന്റെ ക്രിട്ടിക്സ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വി ഹാവ് അല്ലെ യൂണിറ്റ് 12 കമ്മ്യൂണലിസം, സെക്യുലറിസം, നാഷണലിസം എന്നൊക്കെ അല്ലെ, നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറേ സെഷൻസിലൂടെ ആയിരിക്കും, കുറേ ചാപ്റ്റേഴ്സും യൂണിറ്റിലൊക്കെ കൂടെ ആയിരിക്കും സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് കടന്നു പോകുന്നുള്ളത് അല്ലെ. സോ ഈ എന്താ പറയാ, കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ മതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിഭാഗീയതയെ കുറിച്ചിട്ട്, അതേപോലെ സെക്യുലറിസം എന്ന് പറയുന്ന സമയത്ത് ഒരു മതനിരപേക്ഷത എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെയുള്ള ഐഡിയോളജീസിനെ പറ്റിയിട്ടൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ആൻഡ് സെയിം നാഷണലിസം, ദേശീയത എന്ന ആശയത്തെ കുറിച്ച്, അതിനെ സോഷ്യോളജിയുടെ അതേപോലെ എന്താ പറയാ, സോഷ്യോളജിയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്, നാഷണലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് സോഷ്യോളജിക്കാർ എങ്ങനെയാണ് കാണുന്നത് എന്ന്, അതിന്റെ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് അതിനെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഈ ഒരു കോൺസെപ്റ്റിലായിരിക്കും പറയാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. ആൻഡ് പിന്നെയുള്ളത് നിങ്ങൾക്ക് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. ഇപ്പൊ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആകുന്ന സമയത്ത് ഇതൊക്കെ ഇലക്റ്റീവ് ആയിട്ടുള്ള കോഴ്സസും അതേപോലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസിലൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കമ്പൽസറി കോഴ്സസ് അല്ല, നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കമ്പൽസറി കോഴ്സസിലാണ്. ഐ മീൻ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് ഊന്നി കൊടുക്കേണ്ടത് ഇത്തരത്തില് എന്താ പറയാ, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എപ്പോഴും കമ്പൽസറി കോഴ്സ്, നമ്മൾ പഠിക്കുന്ന സോഷ്യോളജിയാണ്, അപ്പൊ സോഷ്യോളജിയിലായിരിക്കും നമ്മൾ എപ്പോഴും ഊന്നി നിൽക്കേണ്ടത്. സോ ഇവിടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എടുത്ത് നോക്കുവാണെങ്കിൽ 4 ബ്ലോക്സ് ഉണ്ട്. ഫസ്റ്റ് ബ്ലോക്കിൽ ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ്, അതേപോലെ എൻവയോൺമെന്റൽ സ്റ്റഡീസ്, നാച്ചുറൽ റിസോഴ്സസ് സെക്കൻഡ് ബ്ലോക്ക് ആണ്. തേർഡ് ബ്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. ഇതൊക്കെ നമ്മളൊരു ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത്, നമ്മളൊരു പരിസ്ഥിതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ്. നമ്മൾ സമൂഹത്തിലെ ആൾക്കാരും അവരുടെ മനസ്സും അവരുടെ രീതികളും മാത്രം പഠിച്ചാൽ പോരാ, കാരണം നമ്മളൊരു ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഇക്കോസിസ്റ്റമായിട്ട് എങ്ങനെയാണ് ഈ ഒരു പരിസ്ഥിതിയായിട്ട് നമ്മൾ ഇടപഴകി ചേരുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. സോ അതുകൊണ്ടാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒക്കെ പോലെയുള്ള പേപ്പേഴ്സ് നമ്മുടെ സോഷ്യോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ബ്ലോക്ക് 1 അവർ എൻവയോൺമെന്റ്, ഇക്കോസിസ്റ്റം, മേജർ ഇക്കോസിസ്റ്റം എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് സയന്റിഫിക്കലി സാധനങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, അതേപോലെ ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ്, എത്ര സ്ഫിയേഴ്സ്, നമ്മൾ ഏത് സ്ഫിയറിലാണ് ജീവിക്കുന്നത്, ബയോട്ടിക് ആയിട്ടുള്ള കാര്യം എന്താണ്, അബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള കുഞ്ഞു സയന്റിഫിക് ആയിട്ടുള്ള പക്ഷേ കണക്ടിങ് ടു ദ, അതേപോലെ നാച്ചുറൽ റിസോഴ്സസ്, ലാൻഡ്, വാട്ടർ റിസോഴ്സസ്, ഫോറസ്റ്റ് റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി, വാല്യൂ, സർവീസസ്, എനർജി റിസോഴ്സസ്, ഇതൊക്കെയാണ് ഫസ്റ്റ് ബ്ലോക്കിലും സെക്കൻഡ് ബ്ലോക്കിലായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. ആൻഡ് തേർഡ് ബ്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, അവിടെയാണ് നമ്മുടെ സോഷ്യോളജിക്കാരുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെ. അതായത് ബയോഡൈവേഴ്സിറ്റി, ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻസ്, അതേപോലെ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ്, അതിന്റെ ഹസാർഡ്സ് എന്തൊക്കെയാണ്, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്, ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് വെൻ കമ്മിങ് ടു ദ ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവിടെയൊക്കെ സോഷ്യോളജിക്കാരുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ വിചാരിക്കും അല്ലെ, ഇതിലൊക്കെ ഇപ്പൊ സോഷ്യോളജിക്കാർ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് പലതും ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പരിസ്ഥിതിയുടെ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് സോഷ്യോളജിസ്റ്റുകൾക്ക് പലതും ചെയ്യാനുണ്ടാവും. എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസും ഹ്യൂമൻ കമ്മ്യൂണിറ്റീസിന്റെയും എൻവയോൺമെന്റ്സും എൻവയോൺമെന്റൽ എത്തിക്സ് ഒക്കെ അവിടെയൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരുപാട് പോളിസീസ് ഒക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് FAUGPയുടെ പേപ്പേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻസ് ഉണ്ടാവും. ബ്ലോക്ക് 1 അതിന്റെ കോൺസെപ്റ്റുവൽ ഫ്രെയിംവർക്സും, ബ്ലോക്ക് 2 ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസും, ബ്ലോക്ക് 3 അതിന്റെ തിയറട്ടിക്കൽ ഫൗണ്ടേഷൻസും, ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റും, ബ്ലോക്ക് 5 സോഷ്യൽ ലിങ്കേജസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉണ്ടാവും. സോ വാല്യൂ എഡ്യൂക്കേഷനിൽ കൃത്യമായിട്ടുള്ള സംഭവം പറയുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ കോൺസെപ്റ്റുവൽ ഫ്രെയിംവർക്കിൽ സോഷ്യൽ മലൈസ് ആൻഡ് നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ, കോൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി, മോറൽ എഡ്യൂക്കേഷൻ, നമ്മളിപ്പോ പറയാറുണ്ടല്ലോ റിലീജിയൻ ഒക്കെ എന്തിനാ, സൊസൈറ്റിയിൽ റിലീജിയൻ എന്തിനാ, ആ ഒരു വാക്കിനൊക്കെ കൃത്യമായിട്ട് സോഷ്യോളജിക്കാരുടെ കയ്യിൽ എന്തുണ്ട്, ഉത്തരവുണ്ട് അല്ലെ. എന്തിനാണ് ഇതൊക്കെ? സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സമാധാനത്തോടെ ഒരു സൊസൈറ്റി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ക്രൈംസ് കുറയുന്നത്. അങ്ങനെ കൃത്യമായ രീതിയിൽ തന്നെ പോയിന്റ് ഔട്ട്
പല തിങ്കേഴ്സും പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട്. സോ ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ലിവിങ് ഇൻ പീസ് ആൻഡ് ഹാർമണി, ഇതൊക്കെ വരുന്നത് വാല്യൂ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള പേപ്പേഴ്സിലാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഓരോരോ പേപ്പേഴ്സിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് theoretical foundations, theories of goodness, theories of conduct, reason and emotions in human conduct, character and personality, ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന പേപ്പേഴ്സ് ആണ്. ജസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ലൈഫിൽ ആഡ് ചെയ്തിട്ട് പോകുന്ന കാര്യങ്ങളാണല്ലോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് ആണുള്ളത് കേട്ടോ. പിന്നെ സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, എങ്ങനെയാണ് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാവുന്ന സമയത്ത് പല ആൾക്കാരായിട്ട് നമുക്ക് ഇടപഴകേണ്ടി വരും. നമ്മൾ വീട്ടിൽ നിന്നാണ് വരുന്നത്, അവിടെ നിന്ന് നമുക്കൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും, കുറേ മൊറാലിറ്റി, കുറേ വാല്യൂസ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമ്മുടെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ സെയിം ഏജിലുള്ള ആൾക്കാരുടെ ഇടപഴകുമ്പോൾ ആ രീതിയിൽ കിട്ടും. നമ്മൾ പൊളിറ്റിക്സിലോട്ട് കയറുമ്പോൾ അവിടെ നിന്ന് കിട്ടും. അങ്ങനെ പല രീതിയിലുള്ള സോഷ്യലൈസേഷന്റെയും ഭാഗമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദർ ഇസ് യൂണിറ്റ് 2, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻസ്, പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്, ഇതൊക്കെ. ആൻഡ് വെൻ കമ്മിങ് ടു ദ ഫിഫ്ത് വൺ, സോഷ്യൽ ലിങ്കേജസ്, അവിടെ വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി, നെയ്ബർഹുഡ്, സ്കൂൾ ആൻഡ് പിയർ, റോൾ ഓഫ് പാരന്റ്സ്, ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ്, ഇതൊക്കെ നമുക്ക് 5th ബ്ലോക്കിൽ പഠിക്കാനുണ്ടാവും. ആൻഡ് ഞാനപ്പം യൂണിറ്റ് മാപ്പിംഗ് യൂണിറ്റ് റിസോഴ്സസ് നമ്മൾ ഏത് രീതിയിലാണ് ഇനി പഠിക്കാൻ പോകേണ്ടത്, ലേൺ വൈസ് ആപ്പിലൂടെ, ലേൺ വൈസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലൂടെ ഇഗ്നോയുടെ മെറ്റീരിയലും വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഹന മാമിനെ, ഇത്രയാണ് ഞാൻ സോഷ്യോളജിയുടെ ഒരു കോംപ്ലിമെന്ററി കോഴ്സസിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ക്ഷണിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അവസാനം ആക്ഷൻ ടാസ്കിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് നമുക്ക് എല്ലാ സെഷൻസ് കഴിയുമ്പോൾ ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ചോദിക്കാം. സോ ഐ എം വെൽക്കം ഹന മാം ഫോർ ബാക്കി സെഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹന മാം പ്ലീസ്. കാണുന്നുണ്ട് മാം. കണ്ടന്റ് അഥവാ സോഷ്യോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഷംനീറ മാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ കണ്ടന്റിനെ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു വർഷത്തേക്ക് ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കുള്ള ഒരു ടൂൾസ്, എന്തൊക്കെയാണ് അതിനെ ഏത് രീതിയിലൊക്കെയാണ് ഏത് സമയത്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റിൽ തന്നെ മാപ്പിംഗ് അഥവാ നമുക്ക് എന്തൊക്കെയാണ് റിസോഴ്സസ് ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എല്ലാവരുടെ കയ്യിലും നമ്മളുടെ ലേൺ വൈസ് ആപ്പ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളത് നോക്കിയിട്ടുണ്ടാവും. ചിലരൊക്കെ SLM വീഡിയോ ക്ലാസ്സസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ എന്തായാലും കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഓൾറെഡി നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും. എന്നിരുന്നാലും നമുക്ക് എന്തൊക്കെയാണ് റിസോഴ്സസ് ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്, ആദ്യം തന്നെ നമുക്ക് എന്താണുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി റെക്കോർഡഡ് ലെക്ചേഴ്സ് ആണ് നമ്മളുടെ മെയിൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകൾ അല്ലെ, ആപ്പിൽ നമ്മളുടെ ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട് പഠിക്കാനുള്ള എല്ലാ ക്ലാസ്സുകളും ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ ആ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെൽപ്പ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാല്യൂ ആഡഡ് നോട്ടുകൾ VAN എന്ന് പറയുന്ന ഹെൽപ്പ് ബുക്ക് ഉണ്ടാകും. അപ്പൊ ഇതെന്ന് പറയുന്നത് അത്രയും ഇലാബറേറ്റഡ് വേർഷൻ ആയിരിക്കില്ല, എന്നാൽ നമ്മൾ ആ റെക്കോർഡഡ് ക്ലാസിന്റെ ഒരു ക്രിസ്പി നോട്ടാണ് ഈ ഒരു വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ നമുക്ക് ആ ഒരു ഫോൾഡറിൽ തന്നെ നമ്മൾ ഒരു ഫോൾഡർ എടുത്ത്, ഒരു ലെസന്റെ ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ ആ ലെസന്റെ വീഡിയോ ലെക്ചർ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ആ ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്ന വാൻ നോട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുന്നത്, SLM അഥവാ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെ, നമ്മളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റി തരുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതിന്റെ PDF കോപ്പിയാണ് അവിടെ ഉണ്ടാവുക. നമുക്കത് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് ബുക്ക് വരാൻ അധികവും ഒരു 6 മന്ത്സിന്റെ ഉള്ളിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾക്ക് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് അയക്കുന്നുണ്ടാവുക. അതുവരെ നമുക്ക് ഈ ഒരു SLM തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഉണ്ടാവുന്ന എന്താണ്, എക്സാംപീഡിയ പോലെയുള്ള കാര്യങ്ങൾ. എക്സാംപീഡിയ എന്ന് പറയുമ്പോൾ അതിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നത്, അതിന് കൊടുക്കേണ്ട ആൻസേഴ്സ് എന്തൊക്കെയാണ്, പോയിന്റ് ആയിട്ടൊക്കെ അവിടെ എന്താണ് ഈ എക്സാംപീഡിയയിൽ ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി എക്സാം അടുത്താണ്, നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലേ, നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്.
എന്നുള്ളതൊക്കെയാണ്. എവിടുന്നാ തുടങ്ങേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള കൺഫ്യൂഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് സഹായകമായിട്ടുള്ള കാര്യമാണ് എക്സാം പീഡിയയിലുള്ള അല്ലെങ്കിൽ PYQ എന്ന് പറയുന്ന PYQ-UA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ ഗൈഡ് ബുക്ക്. അതിൽ കുറെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ആ ഒരു പാറ്റേൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എക്സാം അടുത്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയപരിധി ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് സഹായകമാകുന്നതായിരിക്കും. എക്സാം പീഡിയ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം ഗൈഡ് ഉണ്ടാകും. പിന്നെ ഇപ്പൊ നമ്മൾ കൺസെപ്റ്റ് നമുക്ക് ചിലത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കൺസെപ്റ്റ് ചിലപ്പോൾ ഒരു ക്രിസ്പ് ആയിരിക്കും, പക്ഷെങ്കിൽ കുറച്ചൊരു എന്താ പറയാ ടഫ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വാൻ നോട്ട്സ് യൂസ് ചെയ്യാം. അതിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടില്ലെങ്കിലും അതിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. സിംപ്ലസ്റ്റ് വേയിൽ കൊടുത്തിട്ടുണ്ടാവും. ഡെഫിനിഷൻസ് ആണെങ്കിലും ഡയഗ്രാംസ് നോക്കി നമുക്ക് പഠിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെക്കോർഡഡ് സെഷൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ടഫ് ആയിട്ടുള്ള കൺസെപ്റ്റിനെ ക്ലിയർ ചെയ്യാം. ഇനി ഈ റെക്കോർഡഡ് ലെക്ചേഴ്സ് നമുക്ക് കാണാം. നമ്മൾ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് എപ്പോഴാണ് നമ്മൾ ഈ വീഡിയോസ് കാണുക? ഒരു ലെസൺ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ലെസൺ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു റെക്കോർഡഡ് ലെക്ചർ കാണുക. അപ്പൊ നമുക്ക് സമയമില്ല, സമയം കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1.25 സ്പീഡിലിട്ടിട്ട് എന്താ കാണാൻ പറ്റും. നമ്മൾ യൂട്യൂബ് ഒക്കെ കാണുന്നില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ. ഇനി എന്തെങ്കിലും അതിൽ സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെന്ററിന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളുടെ LSCയുടെ അടുത്തോ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിലുള്ള ഹെൽപ്പ് ബുക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ വാൻ നോട്ട്സ് അല്ലെ, വാല്യൂ ആഡഡ് നോട്ട്സ്, അതിലൊരു ക്ലീൻ ആയിട്ട് ഒരു എക്സാം റെഡി എക്സ്പ്ലനേഷൻസ് ആണ് അതിൽ ഉണ്ടാവുക. കുറെ അധികം ഉണ്ടാവില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ വാൻ നോട്ട്സിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് മാത്രം നോക്കി പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ലെക്ചർ നോട്ട്സ് ലെക്ചർ ക്ലാസ് മാത്രം കണ്ടു പഠിച്ചാൽ മതിയോ, ടെക്സ്റ്റ് ബുക്ക് ആണോ, എന്താണ് പഠിക്കേണ്ടത്, ഏതാണ് നോക്കേണ്ടത്? അപ്പൊ ഓരോന്നും ഓരോ ടൈമിനനുസരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, എന്നാൽ കുറെ പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ക്ലാസ്സസ് അല്ലാണ്ട് നമ്മൾ ആ PYQ നോക്കും. അല്ല നമുക്ക് ചില കാര്യങ്ങൾ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ വാൻ നോട്ട്സ് നോക്കും. വാൻ നോട്ട്സ് അഥവാ വാല്യൂ ആഡഡ് നോട്ട്, ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടാകും, ഷോർട്ട് എക്സാമ്പിൾസ് ഉണ്ടാകും. ഓക്കെ. കീ ടേംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ എന്താ കാര്യങ്ങൾ കൺസെപ്റ്റിന്റെ ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. കോർ സ്റ്റഡി സ്റ്റാക്ക് ഓരോ കാര്യങ്ങൾ അല്ലെ, ഓരോ ടൂൾസിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ അടുത്തത് എക്സാം എക്സാം സ്പെഷ്യൽ ഗൈഡ്. ഇതെന്ന് പറയുമ്പോൾ എക്സാംസ് ഐഡിയാസ്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ എക്സാം സ്പെഷ്യൽ ഗൈഡ് വരുന്നത്. എക്സാം അടുത്തിട്ടുണ്ട്, നമ്മൾ കുറെ അധികം പഠിച്ചിട്ടുണ്ട്, എന്നാൽ ഏതൊക്കെയാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതാണ് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാം സ്പെഷ്യൽ ഗൈഡ് അല്ലെങ്കിൽ എക്സാം PD ഒക്കെ നോക്കുന്നത്. അതിൽ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക. 10 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വന്ന 2 നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർ ഇട്ട് വെക്കുക. എന്നിട്ട് അതിനെ മാറ്റി വെക്കുക. എന്നിട്ട് അത് എന്തായാലും പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളതിന്റെ ഇത്ര ഭാഗങ്ങൾ നോക്കുക. അങ്ങനെ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പണ്ട് ഫോക്കസ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് തരുമായിരുന്നു. ഇതുപോലെ നമുക്കിങ്ങനെ എന്താ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റും. പുതിയ എന്താ പറയാ, കുറെ അധികം ഉണ്ടാകുന്ന സമയത്ത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് കൺഫ്യൂഷൻ ആണെന്നുള്ള രീതിയിൽ ആ ഒരു സമയത്ത് ഈ എക്സാം സ്പെഷ്യൽ ഗൈഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനിയുള്ളത് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ആണ്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നമുക്ക് എല്ലാ തിയറി പേപ്പേഴ്സിനും അസൈൻമെന്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും യൂണിവേഴ്സിറ്റി ഓരോ കൊല്ലത്തിനേക്ക് ഓരോ സൈക്കിളിനേക്ക് ഓരോ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഗൈഡ് ബുക്ക് നമ്മുടെ ആപ്പിൽ ഉണ്ടാകും. ഓരോ തിയറി പേപ്പറിന്റെയും ഓരോ അസൈൻമെന്റിന്റെയും ആൻസേഴ്സ് ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു അതേപോലെ പകർത്തി എഴുതുന്നതിന് പകരം അത് റെഫർ ചെയ്യുക, ആ ഒരു ഗൈഡ് ബുക്ക് റെഫർ ചെയ്യുക, എന്നിട്ട് അതിന്റെ കൂടെ ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്യുക, എന്നിട്ട് നമ്മൾ നമ്മളുടേതായ രീതിയിൽ അസൈൻമെന്റ്സ് എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസർ ഗൈഡ് ബുക്കിനെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്, അത് ഓരോ ഇയറിലും എക്സാമിന്റെ സമയത്ത് നമുക്ക് പുതിയൊരു ഗൈഡ് ബുക്ക് നമ്മൾ ആപ്പിൽ വരും. ഓക്കെ. അതെങ്ങനെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പുതിയത് വരുന്നുണ്ടാവുക. അത് ഏത് രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ടാകും. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇനി
മെന്റർ അല്ലെ, മെന്റർ ആൻഡ് കെയർ. നമുക്ക് മെന്റർഷിപ്പിലാണെങ്കിൽ എന്തൊക്കെയുണ്ട്? മെന്റർഷിപ്പിലാണെങ്കിൽ നമുക്ക് വരുന്നത് ലൈവ് സെഷൻസ് ഉണ്ട്. എല്ലാ പിന്നെ തിയറി ക്ലാസ്സസിന്റെയും നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സിന് പുറമെ നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് സെഷൻസ്. അതിൽ നമുക്ക് ലൈവായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസ്. ഈ ലൈവ് സെഷൻസിന് പുറമെ എക്സാം അടുപ്പിച്ച് വരുന്ന സമയത്ത് എക്സാമിന്റെ ഒരു മോഡലും എക്സാമിന് വരുന്ന ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഒക്കെ ഏത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ഒരു എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും കൂടി ഓരോ സബ്ജക്ട്സിനും വരുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് വിത്ത് മെന്റർഷിപ്പിലുള്ള ലേണേഴ്സിനാണ് അത് ആക്സസിബിൾ ആവുക. ഇനി പെർഫോമൻസ് ആൻഡ് കെയർ ലെയർ അല്ലെ, നമ്മളുടെ എങ്ങനെയാണ് നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. അതായത് നമ്മൾ എക്സാംസ് അടുക്കുന്ന സമയത്ത് നമ്മൾ മെന്റർ ആൻഡ് കെയറിൽ വരുന്ന സമയത്ത്, മെന്റർഷിപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് ഇഗ്നോ മോഡൽ എക്സാംസ് ഉണ്ടാകും. നമ്മളൊരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു എക്സാം എടുത്ത് കുറെ പേരൊക്കെ കുറെ അധികം ഗ്യാപ്പ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പഠിക്കാൻ വരുന്നുണ്ടാവാം അധികവും അല്ലെ. കുറെ എക്സാംസ് ഒക്കെ എഴുതി കുറെ അധികം സമയം, എന്താ പറയാ, കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് മാറിക്കിട്ടാനും ഒരു കോൺഫിഡൻസ് കിട്ടാനൊക്കെ നമുക്ക് മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ സമയത്ത് ടേം ആൻഡ് എക്സാമിനേഷൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും അല്ലെ. ആ സമയത്ത് നമുക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ, കൺഫ്യൂഷൻസ് വരുന്ന സമയമാണ്. എന്താണ് ഹാൾ ടിക്കറ്റ്, പിന്നെ എക്സാം രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പൊ അതിന് നമുക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും. അതുപോലെ തന്നെ എക്സാമിന് ബന്ധപ്പെട്ടിട്ടും അല്ലാതെയും നമുക്ക് സ്ട്രെസ്, അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫ്, വർക്ക് ലൈഫിലൊക്കെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരാണ്, നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്നൊക്കെ തോന്നുകയാണ്, നമുക്കൊരു ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട് ഇവിടെ അല്ലെ. ഹാപ്പിനെസ് അംബാസിഡറിനെ നിങ്ങൾക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നോൺ അക്കാഡമിക് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഹാപ്പിനെസ് അംബാസിഡറിന്റെ ഹാപ്പിനെസ് സെഷൻ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മെന്ററിന്റെ അടുത്ത് ചോദിച്ചാൽ മതിയാവും. പിന്നെ പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. നമുക്കറിയാം, നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ്. നമ്മൾ എക്സാം എഴുതാനാണെങ്കിലും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ്, ഹിന്ദി അല്ലാണ്ട് ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇംഗ്ലീഷിൽ എന്തായാലും നമ്മൾ എക്സാം എഴുതണം. എങ്ങനെയാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റും, നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് കാര്യം നേടണമെങ്കിലും അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് ഈ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നമ്മുടെ ആപ്പിലുണ്ട്. ആപ്പിൽ എല്ലാ വീഡിയോ ക്ലാസ്സസും റെക്കോർഡഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ലൈവ് ക്ലാസ്സസ് ഓൺഗോയിങ് അല്ല. ഓക്കെ, അതുപോലെ കരിക്കുലർ ഇവന്റ്സ്, അപ് സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മളൊരു വെർച്വൽ പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മൾ റെഗുലർ ആയിട്ട് പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ പോലെ തന്നെ നമുക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടാവും, മെന്റൽ ഹെൽത്ത് ഡേ ഉണ്ടാവും. അങ്ങനെ എല്ലാ സെലിബ്രേഷൻസും നമുക്ക് ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വെർച്വൽ ആണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെയും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും, സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ടൈം ടേബിൾ ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്? കുറെ ഉണ്ടല്ലോ. ഷംനീറ മാം കുറെ അധികം ടോപ്പിക്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇതൊക്കെ എപ്പോ, എവിടെ, എപ്പോ, ഏത് ടൈമിൽ പഠിച്ചു തീർക്കും എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, ഈ ടൈം ടേബിൾ നമ്മള് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ട്. ഓക്കെ, ശരി ശരി. ഇതാണ് നമ്മളെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നോക്കിയേ, നിങ്ങൾ ഈ നിങ്ങൾ എനിവേ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് PDF മെന്റർ അയച്ചു തരും കേട്ടോ. ഇതില് ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ലെസൺസിന്റെയും ടൈം കൊടുത്തിട്ടുണ്ട്. ലെസൺ ടൈമും എന്താ ലെസൺ നമ്പർ, പിന്നെ പേപ്പർ കോഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 11 ഓഗസ്റ്റ് 25 മുതലുള്ളതാണ്, മൺഡേ മുതലുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഇലക്ടീവ് ആണ് നമ്മളിപ്പോ ഇനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പഠിക്കേണ്ട ഇപ്പൊ ലെസൺ വണ്ണും ഇൻട്രൊഡക്ഷനും 11th ഓഗസ്റ്റിന് ഈ 2 വീഡിയോ ലെക്ചേഴ്സ് നമ്മൾ കാണണം. എന്നിട്ട് എന്ത് ചെയ്യുക, അന്നേരം തന്നെ നമ്മൾ ഈ ലെസൺസ് കാണുമ്പോൾ തന്നെ നമ്മൾ ആ നോട്ട്സും ഒന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. ദെൻ നെക്സ്റ്റ് 12th ഓഗസ്റ്റിന് ആ സമയത്ത് ലെസൺ 2 ആൻഡ് ലെസൺ 3. അങ്ങനെ ഓരോ ദിവസം 2 ലെസൺസ് ആയിട്ടാണ് നമ്മൾ തീർക്കേണ്ടത്. ഇവിടെ ടൈം 10:30 7:30 PM ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇൻ കേസ് നമുക്ക് ഈ 10:30 നമ്മൾ വർക്കിംഗ് ആണ്, 7:30 നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു, അല്ല വേറെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരുന്നു, പുറത്തു പോകേണ്ടിണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയം നോക്കണ്ട, ഈ 2 ലെസൺസും ഏതെങ്കിലും സമയം കിട്ടുന്നേരം എന്ത് ചെയ്യുക, പഠിക്കുക. ചിലപ്പോ ചില ആൾക്കാർക്ക് ഈ 10:30 കഴിഞ്ഞാൽ പിന്നെ അത് 10:30 സമയം കഴിഞ്ഞല്ലോ, ഇന്ന് നമുക്ക് പഠിക്കണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്ട്രിക്റ്റ് ടൈമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തായിട്ട് ഈ 2 ലെസൺസ് തീർക്കാൻ നോക്കുക. അങ്ങനെയാണ് നമ്മൾ പോവുക. അപ്പൊ ഈ ഓഗസ്റ്റിലേക്ക് ആകുമ്പോഴത്തേക്കും എന്താ പറയാ,
നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഫുൾ ആക്കുന്നുണ്ടാകും. പിന്നീട് നെക്സ്റ്റ് മന്ത് ആകുന്ന സമയത്ത് നെക്സ്റ്റ് സബ്ജക്റ്റ് തുടങ്ങുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ലൈവ് ടൈം ടേബിളിന്റെ കാര്യം വരുന്നത്. ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരുന്നുണ്ടാകും. ഈ ടൈം ടേബിൾ നമുക്ക് PDF ഉണ്ടാവും. പറ്റുന്നതും എന്ത് ചെയ്യുക, ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ആ ഒരു കളർഫുൾ പ്രിന്റ് ഔട്ട് തന്നെ എടുത്തോ. എന്നിട്ട് നമ്മൾ സ്റ്റഡി ടേബിളിന്റെ അവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്തോ. എന്നിട്ട് നമ്മൾ ആ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്ക് അങ്ങ് പഠിക്കാം. അപ്പൊ ഈ ടൈം ടേബിൾ ഒക്കെ കാണുമ്പോൾ ഒരു ആവേശമായിരിക്കും. ഓക്കെ, ഇനി ആക്ഷൻ ടാസ്ക് ആണ്. ആക്ഷൻ ടാസ്ക് ഞാൻ എൻഡ് ഓഫ് ദ ഈ ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം. ആക്ഷൻ ടാസ്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ റാങ്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോ BA സോഷ്യോളജിയിൽ എത്ര സബ്ജക്ട്സ് ആണുള്ളത്? ഇപ്പൊ 8 സബ്ജക്ട്സ് ആണ് ഉള്ളതെങ്കിൽ ആ 8 സബ്ജക്ട്സിനെ നമ്മൾ ആദ്യം ഒന്ന് റാങ്ക് ചെയ്യണം. ഏതാണ് ഇഷ്ടപ്പെട്ട സബ്ജക്ട്, ഏതാണ് ഏറ്റവും ഇഷ്ടം കുറഞ്ഞിട്ടുള്ള സബ്ജക്ട് എന്നുള്ള ബേസിൽ റാങ്ക് ചെയ്തിട്ട് അതിന്റെ റീസൺസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആക്ഷൻ ടാസ്കിൽ വരുന്നത്. ഞാൻ അത് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ, ഷംനീറ മാം കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. കോഴ്സസ് എന്താണ്, ബ്ലോക്ക് എന്താണ്. നമ്മൾ പ്രോഗ്രാം BA സോഷ്യോളജി ആണ്. അതിൽ കോഴ്സസ് എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റീവ്സ് ആണ്, സബ്ജക്ട്സ് ആണ്. എന്നിട്ട് അതിൽ വരുന്ന ബ്ലോക്സ് പിന്നെ യൂണിറ്റ്സ്, അങ്ങനെ അഗെയിൻ അതിനെ നമ്മൾ ലേൺ വൈസ് ആപ്പിൽ വരുമ്പോൾ ലെസൺസ്, അങ്ങനെ ഒരുപാട് ഡിവിഷൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, നമ്മൾ വാൻ നോട്ട്സ് ഉണ്ട്, എക്സാം PDF ഉണ്ട്, അസൈൻമെന്റ് ഗൈഡ് ഉണ്ട് അല്ലെ, പിന്നെ PYQ ഉണ്ട്, PYQ UA, ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്, പിന്നെ നമ്മളുടെ ടൈം ടേബിൾ ഉണ്ട്. പിന്നെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സെഷനിലും നമുക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ടല്ലേ. നിങ്ങൾ കഴിഞ്ഞ സെഷനിലൊക്കെ ആക്ഷൻ ടാസ്ക് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സെഷൻ 4th സെഷന്റെ സിലബസ് ഡീകോഡിങ്ങിന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതില് നമ്മളുടെ ഫുൾ നെയിം കൊടുക്കുക, എന്നിട്ട് ഇഗ്നോ പ്രോഗ്രാം ഏതാണ് അത് കൊടുക്കുക, എന്നിട്ട് അസൈൻഡ് മെന്റർ ആരാണ് അല്ലെങ്കിൽ LSE ആരാണെന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ എത്ര സബ്ജക്ട്സ് ആണുള്ളത്, എത്ര കോഴ്സസ് ആണുള്ളത്, അതിനെ ഒന്ന് റാങ്ക് ചെയ്യാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇപ്പൊ സൈക്കോളജിയുടേതാണ്, MA സൈക്കോളജിയുടേതാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് റാങ്ക് 1 നമ്മൾ കൊടുക്കേണ്ടത് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എന്നിട്ട് പിന്നെ റാങ്ക് കുറഞ്ഞു വരും. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടം തോന്നിയ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, ലീസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏറ്റവും താഴെയും കൊടുക്കുക. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോഴ്സ് ഏതാണ്, അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് നമുക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയത് എന്നുള്ളതും കൊടുക്കുക. ആൻഡ് ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയതും എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ ലേണിംഗ് ഇന്റൻഷൻ കൂടി ചോദിക്കേണ്ട. അതായത് ഇപ്പൊ എന്തിനാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിന് ചേർന്നിരിക്കുന്നത്? ചില ആൾക്കാർ ഇപ്പം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാണ്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, PG ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ഇന്റൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ചുകൂടി നോളേജ് വർദ്ധിക്കുക എന്നുള്ളതായിരിക്കാം. ചിലപ്പം ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഇതില് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡീപ്പായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളതോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല എന്റെ ഒപ്പീനിയൻ വേറൊന്നാണെന്നാണെങ്കിൽ ആ അതറിൽ നമുക്ക് കൊടുത്താലും മതി. ഓക്കെ, ഇനി ഇതിലെല്ലാം നമുക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ എല്ലാം ടിക്ക് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഏതൊക്കെയാണ് നമുക്ക് അപ്ലിക്കബിൾ അത് എടുക്കുക. ദെൻ നമുക്ക് വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് നമുക്ക് തന്നെ കൊടുക്കാം. അതായത് നമ്മൾ എപ്പോഴാണ് നമ്മളൊന്ന് പഠിക്കാനിരിക്കുന്ന ആ ഒരു വീക്ക് ഡേ, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ 1 to 2 hours ആണോ, അല്ലെ ഷോർട്ട് ഡെയിലി സ്ലോട്ട്, ഇപ്പൊ എല്ലാ ദിവസവും 30 മിനിറ്റ്, അങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നത് അതിനനുസരിച്ച് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യുക. അല്ല ഇതൊന്നുമല്ല എന്റെ പഠന രീതി, ഇതൊന്നുമല്ല മറ്റൊന്നാണെങ്കിൽ ആ ആധാറിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതും നിങ്ങൾക്ക് എന്താണ് മെന്റർ അയച്ചു തരുന്നുണ്ടാവും, അല്ലെ LSE അയച്ചു തരുന്നുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ അതുപോലെ തന്നെ ഈ ആക്ഷൻ ടാസ്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് എവ്രിവൺ.